നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്. പഴയതുപോലെ നിങ്ങളുടെ പ്രണയം തിരിച്ചു വരുന്നു. എൻ്റെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പല റീഡിങ്ങുകളും കണ്ടിട്ട് വരുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനില്ല. കാരണം ഞാൻ ദൈവികമായിട്ടാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എനർജി ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നു. ഇന്നലത്തെ റീഡിങ്ങിലാണെങ്കിൽ പോലും തേർഡ് പാർട്ടിയുടെ ഫീലിങ്സും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സുമാണ് നോക്കിയത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ വ്യക്തിയിൽ അഡിക്റ്റഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ആ കാർഡ്സുകളിൽ കിട്ടിയത്. നിങ്ങളുടെ വ്യക്തി അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും. പക്ഷേ തേർഡ് പാർട്ടിയോടും അവർക്ക് തമ്മിലൊരു അട്രാക്ഷൻ ഉള്ളതിൻ്റെ പേരിലാണ് നമുക്കവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓരോ നിമിഷവും നമ്മൾക്ക് ചേഞ്ചിങ് വരാം. മനുഷ്യൻ്റെ മനസ്സ് ഓരോ നിമിഷങ്ങളിലും ചലിച്ചുകൊണ്ടും അത് ചേഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇന്നുള്ളതായിരിക്കില്ല നാളത്തെ റീഡിങ്, അതും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ തൃപ്തിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യസന്ധമായ രീതിയിൽ മാത്രമേ ഞാൻ റീഡിങ് ചെയ്യുന്നുള്ളൂ. ആരുടെയും ഇമോഷൻ വെച്ച് ഞാൻ കളിക്കുകയില്ല ഒരു കാരണവശാലും. അത്രത്തോളം ദൈവികമായിട്ടാണ് ഞാൻ ടാറോയെ കാണുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് റീബെർത്ത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സാഹചര്യം അവസാനിച്ച് മറ്റൊരു സാഹചര്യം ആരംഭിക്കുന്നു. അതായത് ഒരു ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവസാനിക്കുകയാണ്. അവർ ഒരുപാട് പെയിൻഫുൾ അനുഭവിച്ച ഒരു സാഹചര്യമാണ് അവരിൽ നിന്നും ഇപ്പോൾ അവസാനിക്കുന്നത്. അവർ പ്രഷ്യസ് ആയ ഒരു സാഹചര്യത്തിലേക്ക് വരുവാൻ തീരുമാനിക്കുകയാണ്. അവർ വളരെ നിഷ്കളങ്കതയോടും ബ്ലെസ്സിങ്സോടും കൂടിയാണ് പുതിയ ബെർത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരിൽ പൂർണ്ണമായും വിശ്വാസവും അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ ഒരുപാട് ചേഞ്ചിങ്ങും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ കൂടുതൽ തുറന്നു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഈ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നത് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമുക്ക് മറ്റു കാർഡുകളിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് അവർ നിന്ന സാഹചര്യം അവർ മറ്റൊരു വ്യക്തിയിലാണേലും മറ്റൊരു സാഹചര്യത്തിലാണേലും അത് അവസാനിപ്പിക്കുന്നു. ഒരു സക്സസ് അവർ പ്രതീക്ഷിക്കാത്ത വിധം ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല സക്സസ്സോടു കൂടി നിങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ദ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഒരു മുൻപും പിൻപും നോക്കാതെ പെട്ടുപോയ ഒരു സാഹചര്യം, അതായത് ഒരു തെറ്റായ ദിശയിലേക്ക് അവർ ഒന്ന് യാത്ര ചെയ്തിരുന്നു. ആ യാത്ര ചെയ്തത് ഡെത്ത് ആവുകയും നിങ്ങളിലേക്ക് ആ വ്യക്തി പൂർണ്ണമായും തിരിച്ചു വരികയും ചെയ്യുകയാണെന്നാണ് നമുക്ക് ഈ കാർഡ് കൊണ്ട് അർത്ഥമാക്കാൻ പറ്റുന്നത്. അവർ വളരെ ധൈര്യം സംഭരിച്ചും പവർഫുള്ളും ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ. നിങ്ങളെ ഫേസ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ധൈര്യവും അതുപോലെ മൈൻഡ് പവർഫുള്ളും ആക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരതിന് തയ്യാറാവുകയും അതുപോലെ തന്നെ ആരോഗ്യമായൊരു ബന്ധത്തിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ പെട്ട് നിന്ന സ്ഥലത്ത് നിന്ന് അവർ രക്ഷപ്പെടുകയാണ്. അതിന് ഫാമിലിയുടെ ഒപ്പമാണെങ്കിലും വേറൊരു സാഹചര്യത്തിലാണെങ്കിലും വേറൊരു വ്യക്തിയിലാണെങ്കിലും അവർക്കവിടെ വളരെയധികം പിരിമുറുക്കം സൃഷ്ടിച്ച ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധം അവരെ മുറുക്കി കെട്ടി നിർത്തിയ ഒരു ഫീലിങ്സ് ആണ്. കാരണം അവരോടൊപ്പം ഉണ്ടായിരുന്ന സാഹചര്യം ഭയങ്കരം ആജ്ഞാശക്തിയും കൺട്രോൾ പവറുമുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് പെട്ടിരുന്നത്. ആ പഴയ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ നിങ്ങളിലേക്ക് തിരിച്ചു കുതിച്ചെത്താനാണ് എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് എത്തിച്ചേരുക, അതിൽ വിജയിക്കുക, നിങ്ങളിൽ നിന്ന് വിജയിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാർത്ഥസിത്വവും ഊർജ്ജസ്വലനുമാവാനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കൂടാതെ തന്നെ അവർ നിങ്ങളിലേക്ക് ഏത് പ്രതിസന്ധിയെയും പോരാടാൻ അവർ ഇപ്പോൾ തയ്യാറാവണം. എന്ത് പ്രശ്നം വന്നാലും അതിനെതിരെ പോരാടാൻ അവർ തയ്യാറാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ കറൻറ്റ് ഫീലിങ്സ്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനിരിക്കുന്ന മാറ്റത്തെയാണ് ഈ നൈറ്റ് ഓഫ് സോഴ്സ് നമുക്ക് മുമ്പിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നല്ല ഒരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. വിശ്വസിക്കുകയും ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശ്വസിക്കുക. ഭയപ്പെടുന്നതായി തോന്നിയാലും നിങ്ങൾക്കുള്ളിലൊരു ഭയമോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കളഞ്ഞേരെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ സാഹചര്യം ഇനി വളരെ ചേഞ്ച് ആവുകയാണ്. നിങ്ങളുടെ വ്യക്തി അവർ നിന്ന സാഹചര്യത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക, നിങ്ങളിലേക്ക് എത്തിച്ചേരുക, അവരുടെ ആ പഴയ വ്യക്തിയിലേക്ക്, അവരെവിടെ നിന്നാണോ പോയത് ആ വ്യക്തിയിലേക്ക് തിരിച്ചെത്തുക എന്ന് തന്നെയാണ് നമ്മൾക്കിവിടെ കിട്ടുന്ന എനർജി. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് ഒരു നഷ്ടത്തിൻ്റെയും അവഗണനയുടെയും ഒരു സാഹചര്യത്തെയാണ് നമുക്ക് 5 ഓഫ് പെൻറ്റിക്കിൾസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ചെന്നുപെട്ടത് ഭയങ്കരമായ ഒരു നെഗറ്റീവ് ഊർജ്ജത്തിലേക്കാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി ചെന്നുപെട്ടത്. അതൊരു പേഴ്സണെ തന്നെയാണ് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു. അവർക്ക് ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വയ്യാത്ത വിധം അവരെ ആ വ്യക്തിക്ക് വേറെ ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടായിട്ട് പോലും ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു. അവരുടെ കണ്ണും കൈയും ചലിക്കാൻ വയ്യാത്ത വിധം അവർ സ്റ്റക്കായതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അവർ പാസ്റ്റും പ്രസൻറ്റും അവരുടെ പാസ്റ്റിലെ ഒരു ലൈഫിലും പ്രസൻറ്റിലെ സിറ്റുവേഷനിലുമായിട്ട് നിന്നുപോയി എന്നുള്ളതാണ്. അവർക്ക് മൂവ് ഓൺ ചെയ്യാനോ ഞാനത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു മാർഗമുണ്ടോ എന്ന് അവർക്ക് കൺഫ്യൂഷനായിപ്പോയി. ഇനി ഇവരിൽ വിട്ടു പോന്നു കഴിഞ്ഞാൽ എന്നെ എൻ്റെ വ്യക്തി സ്വീകരിക്കുമോ, നിങ്ങളവരെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് അവർക്കുണ്ടായത്. ഭയങ്കരമായ ദുഃഖത്തെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കൊരു സന്തോഷവുമാണ് കേട്ടോ. ഈ വരുന്ന ദുഃഖം, ഈ 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്നുള്ള ആ ഒരു ദുഃഖത്തെ നിങ്ങളിൽ അതൊരു സന്തോഷമായി തീരാനുള്ള ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ തമ്മിലൊരു വേർപിരിയലാണ് അവിടെ സംഭവിക്കാൻ ഇനി പോകുന്നത്. അത് രണ്ടുപേരും 2 ദിശയിലേക്ക് നടന്നു മാറുകയായിട്ടാണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ വേർപിരിയുകയാണ്. അവർ ആ ഭൂതകാലത്തിൽ, അതായത് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ, ആ പാസ്റ്റിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. പാസ്റ്റിലേക്ക് തന്നെ നോക്കിയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ നിന്ന സാഹചര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് അവർക്ക് സ്വരച്ചേർച്ചയായിരുന്നു. അവർക്ക് ഒരിക്കലും ആ ഒരു അവർ തമ്മിൽ ഒരു രീതിയിലും അവർക്കൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരുടെ മൈൻഡ് കൊണ്ടോ ഒന്നും യാതൊരുവിധ ചേർച്ചയുമില്ലാതെ യാതൊരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് നമ്മുടെ പേഴ്സണ് സാധിക്കാത്ത വിധം സ്വരച്ചേർച്ചയില്ലായ്മയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ടവറാണ് വന്നത്, എല്ലാം തകർന്നു പോവുകയാണ് ചെയ്തത്. ഇവർ പ്രതീക്ഷിച്ച് അവരിലേക്ക് ചെന്നതൊന്നുമല്ല അവിടെ ചെന്നപ്പോൾ ഉണ്ടായത് ഒരു തകർച്ചയാണ് അവർക്ക് സംഭവിച്ചത്. അവർ പല രീതിയിലും മധ്യസ്ഥമൊക്കെ വഹിച്ച് സംസാരിച്ചും ഒക്കെ നോക്കിയിട്ടുണ്ട്. അവർ പല രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെയും ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിച്ചു. എങ്കിലും ഒരു കാരണവശാലും അത് നിരാശയ്ക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ തിരിഞ്ഞു നടക്കുകയാണ്. അവരാ പഴയ കാലത്തിലേക്ക്, ഇനി ഇത് വേണ്ട, എനിക്ക് നല്ലത് എൻ്റെ ആ വ്യക്തി തന്നെയാണ്, ആ വ്യക്തിയുടെ സാന്നിധ്യവും എന്നെ മനസ്സിലാക്കാനും എന്നെ അംഗീകരിക്കാനും പറ്റിയത് ആ വ്യക്തിയാണെന്നും എനിക്ക് സന്തോഷം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്.
അവിടെയാണ് നിങ്ങളിലാണ് ആ വ്യക്തി ആ ഒരു പഴയ കാര്യം, അതായത് 8ൽ നിന്നും 3 ഓഫ് കപ്സിലേക്കാണ് വന്നിരിക്കുന്നത്. പഴയ കാലഘട്ടത്തിലേക്കാണ് അവർ തിരിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളിലാണ് അവർ സന്തോഷവും സുഖവും എല്ലാം കാണുന്നത്. പേജ് ഓഫ് കപ്സ് ആണ് അതിന് ശേഷം വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്കിൽ രണ്ടാമത്തെ കാർഡായിട്ട് നിൽക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോടൊരു പുതിയ പ്രണയം, അതായത് പ്രഷ്യസ് ആയ വളരെ പവിത്രമാർന്ന ഒരു ഇഷ്ടമാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് കപ്സ് ആണ്. 100% ഉറപ്പാണ് നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ആണ്. ഒരു മാറ്റവും അവിടെ വരില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ആ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും ആ ഒരു വ്യക്തിയുടെ ആ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്നും അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻ്റെ കൺട്രോളിൽ നിന്നും നിങ്ങളുടെ വ്യക്തി തിരിച്ചു പോരുകയാണ്. ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാർഡായിട്ട്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകിയ പ്രണയം, നിങ്ങൾ നൽകിയ സാന്നിധ്യം, സാമീപ്യം, ഇതെല്ലാം അവർ റിപ്പീറ്റ് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതെല്ലാം അവർ ഓർക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ അംഗീകരിച്ചുവെന്നും അവരെ സ്നേഹിച്ചുവെന്നും അവർ ആ പഴയ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോടൊത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവർ പൂർണ്ണമായും ചിന്തിക്കുകയാണ്. നിങ്ങളായിരുന്നു ശരിക്കും ആ വ്യക്തിയുടെ യഥാർത്ഥ പാർട്ട്ണർ എന്ന് അവർ പൂർണ്ണമായും മനസ്സിലാക്കുകയാണ്. ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ് കേട്ടോ. അതിനകത്തുനിന്ന് പിന്നെ നമുക്ക് ഈ കാർഡിനകത്ത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലവേഴ്സ് കാർഡൊക്കെ, ലവേഴ്സും ചാരിയറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിലേക്ക് പൂർണ്ണമായി ആ വ്യക്തി എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ആകർഷണമായിട്ട് നിൽക്കുന്നതെന്നാണ് ആ ഒരു കാർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുണ്ടായ ആശയവിനിമയത്തെക്കുറിച്ചും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങൾ പങ്കുവെച്ചതിനെക്കുറിച്ചൊക്കെ അവർ വളരെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു അബണ്ടൻസും അതുപോലെ എല്ലാ രീതിയിലും പൂർണ്ണമായി ഒന്നായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ടെമ്പറൻസ് ആണ്, ഒരു ബാലൻസ് വേണം. ആ ഒരു കൺഫ്യൂഷനിൽ നിന്നും അവർക്ക് രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് ബാലൻസ് ആവണം, നിങ്ങളോടൊത്തു തന്നെ മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 7 ഓഫ് കപ്സ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. അവരെ ഒരുപാട് പേരാൽ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അവർക്ക് മുന്നിൽ വേറെയും ചോയ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അഹങ്കാരമോ ഞാൻ ഒരുപാട് പേരാൽ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം തീർക്കാൻ സാധിക്കുമെന്നൊക്കെ തോന്നിയെങ്കിലും അവർ പോയ സ്ഥലത്ത് അവർക്ക് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവർക്ക് വേണ്ടപ്പെട്ടവരോടെല്ലാമായിട്ട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും അല്ലാതെ അവർക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ നല്ല ഒരു വ്യക്തിത്വമാണെന്നും അവരെ ആരും ആകർഷിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു സ്നേഹത്തിന് ഒരു പരിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ പവിത്രതയോടും കൂടി ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അവരിതിനെ ഒരു ഹോബി ആയിട്ടെന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. കാരണം അവരെവിടെ പോയാലും അവിടെയുള്ള വ്യക്തികൾ ആകർഷിക്കുന്നു, അവരിലേക്ക് അവരുടെ സാന്നിധ്യം കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ചോയ്സ് മുന്നിൽ. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു പവർ, അതിൻ്റേതായ ഒരു അഹങ്കാരം എന്ന് തന്നെ നമുക്ക് പറയാം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. 5 ഓഫ് കപ്സിലേക്ക് വന്നുപെട്ടു. ആ ഒരു ചോയ്സ് അവരെ എന്താക്കി തീർത്തു? ദുഃഖത്തിലേക്ക് തന്നെ പിടിച്ചു തള്ളി. അവർക്ക് ഒരു കാരണവശാലും മൂവ് ഓൺ ചെയ്യാൻ വയ്യാത്ത വിധം അവർ ദുഃഖത്തിലേക്ക് പോയി. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? പാസ്റ്റിലേക്ക് നോക്കി ദുഃഖിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവരെപ്പോഴും പ്രാർത്ഥനയിലാണ്. 24 hours ഇപ്പം നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മുമ്പിലുണ്ടായിരുന്ന കപ്പുകളെല്ലാം ചെതറി തെറിച്ച് കിടക്കുവാണ്. അവർക്ക് ആ ഒരു പ്രഷ്യസ് ഒന്നും ഇപ്പോൾ ഇല്ല. അവർക്ക് ഒരു സന്തോഷമില്ല, നിരാശ മാത്രമായി. നഷ്ടപ്പെട്ടതിനോർത്തുള്ള നിരാശയാണ്. അവർ നമ്മുടെ ആ പാസ്റ്റിൽ നഷ്ടപ്പെട്ട ആ ഒരു സന്തോഷത്തെയും തൻ്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ല ഒന്നിനെ നഷ്ടപ്പെടുത്തി എന്ന ആ ഒരു നിരാശയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് നിങ്ങളിലേക്ക് വരാൻ. ദ ഫൂൾ എന്ന കാർഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും 0യിൽ നിന്നും 1 തുടങ്ങുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഏത്
സാഹചര്യമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, ദ ഫൂൾ കാർഡ് എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്നും തുടങ്ങുന്നു. അതായത് അവർ വീണ്ടും പുതിയ ഒരു തുടക്കം നടത്തുമെന്ന ഉറച്ച തീരുമാനത്തോടെ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ആ കാർഡ്സുകളിൽ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഹാർഡ് വർക്ക് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. രണ്ടാമത് അതിനകത്തുള്ള കാർഡ്സ് എന്ന് പറഞ്ഞാൽ ദ ഡെവിളാണ് കേട്ടോ. അവരെവിടെയോ ഒന്ന് സ്റ്റക്കാണ്, അവർക്കൊരു ഭയമുണ്ട് മൂവ് ഓൺ ചെയ്ത് വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ, പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവർക്കുണ്ട്. അവരതിനെക്കുറിച്ച് നല്ല പോലെ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. എന്നാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ദ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റു ദുഃഖത്തിലും മറ്റും പെട്ട് നിൽക്കാതെ നിങ്ങൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഹാപ്പിനെസ് ആവുക. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ നല്ല പോലെ പ്രെയർ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ ഭക്ഷണം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഡൗൺ ആയിട്ട് നിരാശയോടും കൂടി നിങ്ങളെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആവുക. നിങ്ങൾക്ക് എന്താണോ സന്തോഷമായിട്ട് ലഭ്യമാകുന്നത് ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അർഹതയുള്ളതും നിങ്ങളുടെ കൂടെ ചേർക്കാൻ പറ്റുന്നതുമായ ഒന്നിനെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളിൽ നന്മയുള്ളവരായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നത് 100% ഉറപ്പാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് വരും. നമ്മൾക്ക് കണ്ടില്ലേ ഇവിടെ എല്ലാ കാർഡ്സുകളിലും നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള തീരുമാനത്തിലാണ്. നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ സമീപം നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ മാലാഖമാരും നമ്മൾക്ക് നൽകുന്നത്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നിങ്ങളുടെ നിലവിലെ പാതയിലൂടെ ഇപ്പം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ ആ കാര്യം കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പൊക്കോളുക. നിങ്ങളുടെ വ്യക്തി എന്തു വന്നാലും നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ സന്തോഷം സ്വീകരിക്കാൻ തയ്യാറായിക്കോ എന്നാണ് നിങ്ങളോട് നിങ്ങളുടെ ഏഞ്ചൽസും പറയുന്ന മറുപടി. നമുക്ക് അതുപോലെ തന്നെ ഒറാക്കിൾ ലവ് കാർഡ് തന്നിരിക്കുന്ന മാനിഫെസ്റ്റിംഗ് മിറാക്കിൾ എന്നാണ്. നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റി ആയി കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക, നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങളുടെ ആ ഒരു ചിന്തകളെ നിങ്ങൾ ഫോളോ ചെയ്തോളുക എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന പവറാണ്. നിങ്ങൾ നല്ല പവറുള്ള ആരോഗ്യമുള്ള വ്യക്തിയായി തീരുക. നിങ്ങൾ ഒരു കാരണവശാലും നിരാശയിലോ ദുഃഖത്തിലേക്കോ ഒന്നും പോകണ്ട. നിങ്ങൾ വളരെ പവർഫുള്ളും ആരോഗ്യവുമുള്ള വ്യക്തിയാവുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക, സന്തോഷമായ കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ 24 അവേഴ്സും വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കിതിനകത്തെ കാർഡ്സുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അപ്പം നിങ്ങൾ ദുഃഖത്തിൻ്റെ മറ്റുമൊക്കെ സ്റ്റാറ്റസും അങ്ങനെയുള്ളതൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവില്ല. നിങ്ങൾ പോസിറ്റീവ് ആണെന്നും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അവരോടുണ്ടായിരുന്ന ആ ഒരു അഡിക്ഷൻ നിങ്ങളിൽ നിന്ന് പോയതുപോലെ അവർക്ക് ഫീൽ ചെയ്താൽ അതനുസരിച്ച് നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നു, ഞാൻ ആരുടെയും ഇമോഷൻ വെച്ച് കളിക്കാൻ വന്നേക്കുന്ന ഒരു വ്യക്തിയല്ല. ടാറോ കാർഡ് എന്നിലേക്ക് വന്ന് ഞാൻ ടാറോ കാർഡ് പഠിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ടാറോയെക്കുറിച്ച് അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അത് എന്നിലേക്ക് വന്ന് ഞാൻ ഈ ഒരു വിദ്യ നേടിയെടുത്തതാണ്. എനിക്ക് ഒരു കാരണവശാലും ദൈവികമായി കാണുന്ന ഇതിനെ ഞാൻ മിസ്യൂസ് ചെയ്യുകയില്ല. എനിക്ക് കിട്ടുന്ന എനർജി ഞാൻ നിങ്ങളിലേക്ക് പവിത്രമായിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കും. യൂണിവേഴ്സൽ മെസ്സേജ് ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ മറ്റുള്ളവരുടെ ഒന്നും റീഡിങ്ങുകൾ കേൾക്കാൻ പോകാറില്ല. എനിക്കതിനെക്കുറിച്ച് യാതൊരു നോളജുമില്ല. അതുകൊണ്ട് മറ്റു റീഡിങ്ങുകൾ കേൾക്കുകയും കൂട്ടത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയും ചെയ്താലും എൻ്റെ റീഡിങ് പോലും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയല്ലാതെ ഞാനത് കേൾക്കുന്നില്ല.
പറയുന്നില്ല. കമൻറ്റുകളിലൂടെ നിങ്ങൾ നൽകുന്ന മെസ്സേജാണ് എനിക്ക് വരുന്ന മിസ്റ്റേക്ക് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അറിവില്ലായ്മയെ ക്ഷമിക്കുകയും എൻ്റെ ഈ റീഡിംഗ് സ്വീകരിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.